ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്താ ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. പൊരിഞ്ഞ കളിക്ക് ശേഷം രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഒരാൾ തൊട്ടിലേലും ഒരാൾ കട്ടിലേലുമാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തനൂട്ടൊന്ന് എണീക്കുന്നുണ്ട്. ഞാൻ അവളെ ആട്ടി ഉറക്കിയിട്ട് പെട്ടെന്ന് തന്നെ തുണി നനയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ തുണി നനയ്ക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തുണി നനച്ചിട്ട് വേഗം തൂക്കലും തുടയ്ക്കലും തുടങ്ങി കേട്ടോ. ഞാൻ എല്ലാ ദിവസവും തന്നെ തൂക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. എത്രയൊക്കെ നമ്മൾ തൂത്താലും തുടച്ചാലും ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ആദൂസ് അവിടെ എല്ലാം വീണ്ടും അഴുക്കാക്കി വെക്കും. അതോടൊപ്പം തന്നെ ഈ ജനലയിലൊക്കെ ഈ ചിലന്തി വലയൊക്കെ കൂടുതൽ കാണും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അവിടെയൊക്കെ അടിക്കുന്നതാണ്. ആദൂസ് ആണെങ്കിൽ ഏത് നേരവും ഈ ജനലിൻ്റെ മുകളിലാണ് കേട്ടോ കയറുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കും കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ താനുക്കുട്ടി അവിടെ എണ്ണീറ്റ് കേട്ടോ. പിന്നെ അവളെ കുറച്ച് നേരം ഞാനിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടന്നു കേട്ടോ. അതിന് ശേഷം തന്നെ കട്ടിലെ കൊണ്ട് കിടത്തി. അപ്പം നിങ്ങൾ തന്നെ കണ്ടോ, ഉറങ്ങിക്കിടക്കുന്ന ആദൂസിൻ്റെ അടുത്തോട്ട് അവൾ ചെല്ലുന്നത്. ഇതാണ് അവളുടെ സ്വഭാവം കണ്ടോ. അവൻ്റെ അടുത്തോട്ട് ചെന്നത് കമന്ന് വീഴാൻ ചെല്ലുവാണ്. അതോടൊപ്പം തന്നെ അവൻ പൊതിച്ചിരിക്കുന്ന പുതപ്പ് വലിച്ച് എടുക്കുവാണ്. ഇതൊക്കെയാണ് അവളുടെ വികൃതിത്തരം. ഞാൻ പിന്നെ ജനലിൻ്റെ കർട്ടനൊക്കെ പൊക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തനുക്കുട്ടി ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. തനൂസാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതും ഇങ്ങനെ നോക്കി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവളെ എടുത്ത് ഞാൻ ഹാളിൽ കൊണ്ട് കിടത്തുവാണ് കേട്ടോ, പാ വിരിച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞേച്ചി കുറേ ബ്ലോക്കുകളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കളിക്കാനായിട്ട്. അപ്പോൾ അവളോട് ചുമ്മാ കുറേ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയത്തില്ല, ബ്ലോക്കെന്ന് മറ്റുമാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അങ്ങനെ ചേച്ചിയും അനിയത്തിയും കൂടെ ഭയങ്കര കളിയാണിവിടെ. അപ്പോഴും ആദൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തനിക്കുട്ടി ചെരിഞ്ഞ് നിന്ന് ചേച്ചീനെ ചവിട്ടി നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞേച്ചി ഇവിടെ ഭയങ്കര ബിസിയിലാണ് ഇത് വെച്ച് കളിക്കുന്നത്. അവളുടെ ലക്ഷ്യം ഒരു വീടാണ് ഉണ്ടാക്കുന്നത്. തനിക്കുട്ടിയാണെങ്കിലോ അതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നോക്കുകയാണ്. ചെരിഞ്ഞ് കിടന്ന് നോക്കി, അതിനുശേഷം ഇപ്പോൾ കമന്ന് കിടന്ന് നോക്കുവാണ്. അപ്പോൾ കുഞ്ഞേച്ചി ഇങ്ങനെ തലോടിയൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഈ കുഞ്ഞേച്ചിയുടെയും വലിയേച്ചിയുടെയും സൗണ്ടൊക്കെ കേട്ടാൽ തനുക്കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യും. അവരെ കാണുമ്പോൾ ഭയങ്കര ചിരിയും കളിയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് തനുക്കുട്ടി മാത്രമല്ല, ആദൂസ് ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് കുഞ്ഞേച്ചിയായിട്ടാണ് ആദൂസ്. പക്ഷേ എന്ത് സങ്കടം വന്നാലും ആദൂസ് ഓടി ചെല്ലുന്നതും കുഞ്ഞേച്ചിയുടെ അടുത്താണ്. അങ്ങനെ ആദൂസ് എണ്ണീറ്റ്. അപ്പോൾ വലിയേച്ചിയും കൂടെ വന്ന് 4 ആളും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. അതിനുശേഷം തനിക്കുട്ടീനെ ആദൂസിനെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. പിന്നെ ഞാനും കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കേട്ടോ. അപ്പോഴാണ് അച്ഛമ്മ പായസമൊക്കെ ആയിട്ട് വന്നത്. അമ്പലത്തിലെ പ്രസാദമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ടാ.